ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്നിതാ നമ്മൾ നോമ്പ് 5-ലെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നിതാ നോമ്പ് തുറക്കുമ്പോഴും മക്കൾ ഫേവറേറ്റ് ആയ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറിയും ഉണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ബോക്സിലാണ് സ്ട്രോബെറി, പിന്നെ ഇതാ ഡ്രൈ ഫ്രൂട്ട്സ്, പഴം എല്ലാം നമ്മൾ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇതാ കസ്റ്റാർഡ് കാച്ചി വെച്ചിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആപ്പിൾ ആഡ് ചെയ്യണേ, വാട്ടർ മിലന്, മുന്തിരി, പിന്നെ സ്ട്രോബെറി എല്ലാം ഇട്ട് നന്നായി മിക്സ് ആക്കാം കേട്ടോ. പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു ചിയ സീഡ്സ് നീര് ചുടുവെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചിയ സീഡ്സ് കയ്യിലില്ലെങ്കിൽ നമ്മൾ വെള്ളം കലക്കുന്ന കുതിർക്കുന്ന കസ്കസ് ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. പക്ഷേ ടേസ്റ്റും അല്ല ഹെൽത്തും നമ്മൾ ചിയ സീഡ്സാണ്. അപ്പോൾ അതെന്തായാലും മസ്റ്റാണ്. അത് ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കാം, ഇത് പിസ്താണ് കേട്ടോ ഞാനിടുന്ന പിസ്തും ബദാമൊക്കെ. എന്നിട്ട് അത് എല്ലാം ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടോ. നല്ല നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പൊക്കെ വരുള്ളൂ. തണുപ്പില്ലാണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ, തണുത്താലല്ലേ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ നമ്മളിപ്പോൾ എല്ലാം ഉണ്ടാക്കുന്ന കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എടുക്കുന്നൊന്നുമില്ല. ഇതൊക്കെ എടുത്ത വീഡിയോ മുമ്പ് എൻ്റെ ചാനൽ തന്നെ ഉണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ കറക്റ്റ് ആൻഡ് ഡീറ്റെയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറും പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അടുത്ത സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ പപ്സാണ് ഇന്ന്. പപ്സിനുള്ള മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മുട്ടയും അതിനുള്ള മസാല എന്ന് പറയുന്നത് നമ്മൾ സെമൂസൊക്കെ ഉണ്ടാക്കുന്ന മസാലയാണ്. അതിൽ ചിക്കൻ ഇടുന്നില്ല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം പരത്തുന്ന പോലെ ഒരു പൂരിക്കുള്ളതിനെക്കാട്ടും കുറച്ചധികം മാവ് എടുക്കുക, എന്നാൽ ചപ്പാത്തിക്കുള്ള മാവ് ആവും ചെയ്യരുത്. ആ രീതിയിൽ നന്നായി പരത്തി വെച്ചതിന് ശേഷം ബ്രെഡ് വെക്കുക, അതിൻ്റെ മുകളിൽ മസാല വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയും വെക്കുക. പിന്നുണ്ടല്ലോ, ഈ വീഡിയോ കാണുന്ന കൂടെ തന്നെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫീഡ്ബാക്കാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പം ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ ചെയ്യുന്ന ഈ രീതിയിൽ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഒന്ന് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. അങ്ങോട്ടും കൂടെ നല്ല പ്രസ്സാക്കി തന്നെ, പിന്നെ അത് അടർന്നൊന്നും വരില്ല. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് മുട്ടപ്പത്തിരി ആക്കണ്. അതിനുള്ളത് മാവൊക്കെ നേരത്തെ ഞാൻ കുറച്ചൊരു 15-20 മിനിറ്റ് മുമ്പ് കലക്കി വെച്ച പെട്ടെന്ന് നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം മുട്ടപ്പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം നോമ്പ് ഏകദേശം തുറക്കാനായിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ കസ്റ്റാർഡും പപ്സും ഓറഞ്ച് ജ്യൂസും മുട്ടപ്പത്തിരിയൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഇശാസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നാസ്ത കഴിക്കുക. ആ സമയത്ത് നമ്മളെല്ലാവരും ട്രെൻഡായിട്ട് എല്ലാവരും ഉണ്ടാക്കിയത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മളെ ഇഫ ചിക്കൻ. അപ്പോൾ ഇതാ ഇഫ ചിക്കനിക്കുള്ള വലിയ പീസ് 4 പീസ് നല്ല മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു അരമണിക്കൂർ മുമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് പൊരിച്ച് അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് പത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പത്തിലാകുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു മയോണീസ് വേണം. മയോണീസ് ചിക്കൻ്റെ മുകളിൽ തേക്കാനുള്ള. അതിൻ്റെ ഇതാ 3 മുട്ട പുഴുങ്ങിൻ്റെ വെള്ള, ഒരു 6 വെളുത്തുള്ളി, പിന്നെ 3 സ്ലൈഡ്സ് ചീസ്. പിന്നെ എല്ലാവരും ഇടുന്നില്ല, പക്ഷെ ഞാൻ ഇടുന്നുണ്ട്. കുറച്ച് നമ്മൾ ഓർഗാനോ ഇടണേ. പിന്നെ കുറച്ച് പാലില്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചെന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നല്ല ബ്ലെൻഡാക്കിയിട്ട് ഫൈനലായിട്ട് നല്ലോണം. അപ്പോൾ അതാ ഇതേ കണക്കിലുണ്ടാവും, നല്ല ടൈറ്റായിട്ട് ക്രീമി ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മസാലേൻ്റെ മുകളിൽ നല്ല തേച്ച് കൊടുത്തിട്ട് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരാം. അല്ലെങ്കിൽ അതിങ്ങനെ ടൈറ്റ് ഉറച്ച പോലെ ആയിപ്പോവും. അപ്പോൾ ഇതാ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാക്കിയൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ സംഭവം സെറ്റാണ്. അപ്പം ഇതും കൂട്ടി ഇന്ന് അടിപൊളി ഫുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.